ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യണത് കേട്ടോ. അതായത് ഒരു ഫുൾ ഡേ ആണ് ചെയ്യണത്. ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്, അത് ഓരോ ഭാഗമായിട്ട്, രാവിലത്തെ മാത്രം അല്ലെങ്കിൽ ഉച്ചരിയുമ്പോൾ മാത്രം അങ്ങനെയായിരുന്നു. ഇന്നൊരു ഫുൾ ഡേ ചെയ്യണുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഞാൻ നീച്ച് വന്ന് രാവിലത്തെ പലഹാരപ്പണിക്കുള്ള തിരക്കിലാണ് കേട്ടോ. ഉള്ളി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുട്ടും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുട്ടിൻ്റെ പൊടിയിൽ ഞാൻ ആദ്യം വെള്ളം ഒഴിച്ച് വെച്ചിരിക്കണം കേട്ടോ. ഈ അജ്മിയുടെ പുട്ടുപൊടി ആയതുകൊണ്ട് കുറേ വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ച് വെച്ചാൽ അത് പെട്ടെന്ന് കുതിർന്നോളും. അപ്പോൾ അതിന് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഉള്ളി നന്നായി വഴറ്റിയെടുത്തു കേട്ടോ. ഉള്ളി അതിന് ശേഷം അതിലേക്ക് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതൊക്കെ പാടെ ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കണം. നല്ലൊരു ബ്രൗൺ കളർ ആവണ വരെ വഴറ്റിയെടുക്കണം. ഇതിങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. ഒരു പ്രത്യേക മണം. എനിക്ക് ആ മണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴേക്കും പുട്ടിൻ്റെ പൊടിയൊക്കെ കുതിർന്ന് വന്നിറക്കണു. അതൊക്കെ ഞാനൊന്ന് നേരാക്കി വെച്ചു. ഇനി പുട്ട് അടുപ്പത്തും വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അടുപ്പത്ത് പുട്ടും ഒരു അടുപ്പത്ത് അതിലേക്കുള്ള കറിയാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ മുട്ട വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. കറി അങ്ങനെ ആയി കേട്ടോ. മുട്ടയൊക്കെ ഇട്ട് കറി സൂപ്പർ കറിയായിരുന്നു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അടിച്ചോരാൻ വന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, കൊലയിൽ മൊത്തത്തിൽ സാധനങ്ങൾ കിടക്കുകയാണ് കേട്ടോ. ഈ ഷുബേബി കണ്ടതൊക്കെ വലിച്ചു കൊടുന്ന് കൊലയിലിട്ടിട്ടുണ്ടാവും. അതൊക്കെ ആദ്യം ഒന്ന് അടുക്കി പെറുക്കി ഒരു ഭാഗത്ത് വെക്കണം. ഓരോ സ്ഥലത്തെത്തുമ്പോഴേക്കും അവൻ്റെ ഓരോ സാധനങ്ങളായിരിക്കും. അതൊക്കെ പെറുക്കി TV-യുടെ സ്റ്റാൻഡിൻ്റെ അടിയിലേക്ക് കൊണ്ടിടും കേട്ടോ. അങ്ങനെ വേഗം അടിച്ചു വരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വെള്ളമൊക്കെ എടുത്തോളന്ന് ഒന്ന് തുടയ്ക്കുകയും ചെയ്തു. തുടയ്ക്കുന്ന വീഡിയോ ഇല്ല. അങ്ങനെ തുടയ്ക്കലും എല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് കുളിക്കുകയും ചെയ്തു. ഇഷു ബേബി അമ്മ അവിടെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അല്ലച്ചാൽ അവളെ ഒന്നിനും ഇവൻ സമ്മതിക്കില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പപ്പായ കഴിക്കായിരുന്നു. പപ്പായയാണ് ഗേസ്, പപ്പായ. അത് പഴുപ്പധികമായിട്ട് ഇങ്ങനെ ആയതാ. സൂപ്പറാ, നല്ല മധുരമുണ്ട്. അന്ന് നമ്മുടെ വീട്ടിൽ പോയപ്പോഴേ, ഫോട്ടോഷൂട്ടിന് നമ്മുടെ വീട്ടിൽ പോയപ്പോഴേ കൊണ്ടുവന്നതാ. എങ്ങനെയുണ്ടമ്മ? സൂപ്പർ. അബു പയ്യനെ കുട്ടിടെ തൂടുമ്പോ വേഗന്ന്. ഇഷു ബേബി കുളിക്കാൻ എണ്ണയൊക്കെ തേച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവൻ വന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ. അറിയാലേ, ചക്കര അത് കഴിക്കില്ല. അപ്പും കഴിക്കും. ഇഷു ബേബി ഞാനും അമ്മയും അച്ഛനൊക്കെ കഴിക്കും. ചക്കരയ്ക്ക് പിന്നെ റെഡിമെയ്ഡ് സാധനങ്ങളെ ഇഷ്ടമുള്ളൂ. ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി അങ്ങനത്തെ സാധനങ്ങൾ, വാങ്ങണ സാധനങ്ങളെ ഇഷ്ടമുള്ളൂ. വീട്ടിലുള്ള ഒന്നും അവൾ കഴിക്കില്ല. ചക്ക, മാങ്ങ, പപ്പായ, പഴം ഈ വിധ സാധനങ്ങളൊന്നും അവൾ കഴിക്കില്ല. ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഇഷ്ടമല്ലാത്ത ഒന്നുമില്ലല്ലോ. അശു 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 ഈശോ ഇങ്ങോട്ട് നോക്കൂ. ഒരു ഹായ് കാണിക്കൂ. ഹായ് പറ. ഹായ് പറ. അപ്പും മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലെ തന്നെ അവരുടെ കളി തുടങ്ങിക്കോളും. ഇത് ഇഷു ബേബിയുടെ പന്താണ്. ഇഷു ബേബിയുടെ പന്ത് ഇതൊന്നുമില്ല. അവർ എന്ത് കിട്ടിയാലും ഇരുന്ന് തട്ടി കളിച്ചോളൂ കേട്ടോ. വീഡിയോയ്ക്ക് വിളിച്ചാലൊന്നും വരികയില്ല. ഒരു വീഡിയോയിലും അവരുടെ തല കാണില്ല. കാരണം വരില്ല. ഇതിപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ പറഞ്ഞൊന്ന് എടുത്തതാണ്. അവർക്ക് ക്യാമറയുടെ മുന്നിലേക്ക് വരണതേ ഇഷ്ടമല്ല. എന്നോട് എന്നിട്ട് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് കാണുമ്പോൾ, എന്താ അപ്പനും മാത്രം ഇല്ലാത്തത്, ഇഷു ബേബി മാത്രമേ ഉള്ളൂ. ഇവർ വരണ്ടേ, എന്നാലല്ലേ ഇപ്പോൾ എടുക്കാൻ പറ്റൂ. ബിരിയാണിക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത്. ഇന്നൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു. അതാ ഉള്ളിയും തക്കാളിയൊക്കെ ഇവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഇതൊക്കെ പേസ്റ്റ് ഉണ്ട്. പയർ അത് അച്ഛൻ ആരോ കൊടുത്തിട്ട് അച്ഛൻ കൊണ്ടുവന്നതാണ് കേട്ടോ. പയർ ഇതിൽ പെടുന്നതല്ല. ചക്കര ഇതാ ഇനി കുറച്ച് ഉള്ളി നുറുക്കണു.
ഗായ്സ് നമ്മുടെ ചിക്കൻ കിടന്ന വേവുന്നു ഗായ്സ്. അടുത്ത ചോറിനുള്ള വെള്ളം വെച്ചെടുക്കുകയാണ്. അതിലേക്ക് കറാമ്പൂവ്, പട്ട, ഏലക്ക തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. മല്ലിച്ചപ്പ്, പുതിന, കുറച്ച് 2 നാരങ്ങ നീര് എല്ലാം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് വന്നു. അതിലേക്ക് അരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് നന്നായി തിളച്ച് വെന്ത് കിട്ടണം. അധിക സമയമൊന്നും വേണ്ട. ബിരിയാണി അരി വേവാൻ കുറച്ച് സമയം മതി കേട്ടോ. ഒരു മാക്സിമം ഒരു 10 മിനിറ്റ് അത്രയൊക്കെ തന്നെ വേണ്ടുള്ളൂ. പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. എപ്പോഴും ഇളക്കണ്ട, അത് ഇളക്കിയത് പൊടിഞ്ഞു പോവരി. അപ്പോൾ ഇടയ്ക്കൊന്ന് വന്ന് ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിക്കാതിരിക്കാൻ. അപ്പോഴേക്കും ചക്കരയുടെ വകയായിരുന്നു ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ചിക്കനായിരുന്നു. കഴിഞ്ഞ് ഞങ്ങൾ ദമ്മിട്ടുകൊണ്ടിരിക്കുകയാണ്. ചക്കരയ്ക്ക് ദം ബിരിയാണി മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ദമ്മിട്ടുകൊണ്ടിരിക്കുകയാണ്. ഡാൽഡ ഒന്നും ചേർത്തില്ല, ഡാൽഡ നെയ്യൊന്നും ചേർത്തിട്ടില്ല. അത് അമ്മയ്ക്ക് അത് അധികം കഴിക്കാൻ പറ്റില്ല, അപ്പോൾ അതൊന്നും വേണ്ടാന്ന് വെച്ചു. പിന്നെ കുട്ടികൾക്ക് നല്ലതല്ലല്ലോ, കുട്ടികൾക്ക് കൊടുക്കണതല്ലേ, അപ്പോൾ ഡാൽഡയൊന്നും അധികം വേണ്ടാന്ന് വെച്ച് അധികം ഡാൽഡയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അത്യാവശ്യത്തിന് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം ഉണ്ടാക്കിയ ബിരിയാണിയാണ് കേട്ടോ. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കടയിൽ നിന്ന് മേടിക്കുന്ന അത്രയൊന്നും ഉണ്ടില്ലെങ്കിലും വീട്ടിൽ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുട്ടികളെല്ലാവരും കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദും ഉണ്ണിക്കുട്ടനും ഉണ്ടായിരുന്നു. അപ്പം അവരെന്നെ വിളിച്ചു കൊടുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു കേട്ടോ. കഴിക്കൽ കഴിഞ്ഞ് ഞങ്ങളൊന്ന് സുഖമായി ഒന്ന് കിടന്നുറങ്ങി. ഏകദേശം ഒരു 4 മണി വരെ കിടന്നുറങ്ങി. 4 മണിക്ക് നീച്ച് പിന്നെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങി. അച്ഛൻ സൈഡിൽ കൂടെ നിറയെ പുല്ലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പുല്ലൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കി തരികയാണ് അച്ഛൻ. ബേബി ഞങ്ങളുടെ ഇടയിൽ കൂടെ കടന്ന് കളിക്കുന്നുണ്ട്. ഞാൻ ചൂലെടുത്ത് ഇറങ്ങി, അവൻ പിന്നാലെ ചൂലെടുത്ത് ഇറങ്ങിക്കോളും കണ്ടോ. ഞാൻ അവനുണ്ടാക്കി കൊടുത്ത ചൂലാണത്. അല്ലച്ചാൽ ഞാൻ അടിച്ചു വരുന്ന ചൂല് വേണം പറഞ്ഞിട്ട് മേടിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അവനും അടിച്ചു വരില്ല, നിന്നെ അടിച്ചു വരാൻ സമ്മതിക്കില്ല, അങ്ങനെയാണ്. അപ്പം ഞാൻ അവന് ചെറിയൊരു ചൂലുണ്ടാക്കി കൊടുത്തതാണ്. നോക്കിയപ്പോൾ അടിച്ചു നോക്കിയപ്പോൾ നിറയെ പൊടി പറയുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനൊന്ന് കുറച്ച് വെള്ളമൊക്കെ കൊടുന്ന് തെളിച്ച് ഒന്ന് വൃത്തിയായിട്ട് അടിച്ചു വരികൊണ്ടിരിക്കുകയാണ്. ഈ കാറ്റും നല്ല വെയിലും ഒക്കെ അല്ലേ, അതുകൊണ്ടാണ് നല്ല അങ്ങനെ പൊടി പറയുകൊണ്ടിരിക്കുന്നത്. നിറയെ പൂഴിയാണ് മുറ്റത്ത്, അതുകൊണ്ടാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് മുറ്റമൊന്നും അടിച്ചു വരാനില്ല കേട്ടോ. ഒന്ന് അത്യാവശ്യത്തിന് ഉണ്ട്. ഇനി നല്ല കുറവല്ല, നല്ല കൂടുതലും അല്ല. അത്യാവശ്യം ഒന്ന് അടിച്ച് വരുമ്പോഴേക്കും ഒന്ന് ക്ഷീണിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഞാൻ ഇപ്പോൾ ഉമ്മറ അടിക്കണം മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. ഞാൻ 4 പുറവും അടിച്ച് വന്നപ്പോഴേക്കും ഒന്ന് ക്ഷീണിച്ചു. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് കുപ്പൊക്കെ കോരിയിടലൊക്കെ കഴിഞ്ഞ് അടുത്തത് തിരുമ്പാണ്ടായിരുന്നു കുറേ കേട്ടോ. ഉച്ച കഴിഞ്ഞാൽ അധികം തിരുമ്പാനുള്ള സമയം കിട്ടുള്ളൂ. ഞങ്ങളുടെ ഉണക്കണ സാധനം കേടാ, അത് കാരണം ഊരി പിഴിഞ്ഞെടുത്ത് തോരയിടണം. അപ്പം ഞാൻ ഊരി പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഐഷു ബേബി എവിടെ ആര് ചെന്നാലും അവിടേക്കൊക്കെ വരും. അവൻ ഇനി വന്നിട്ട് ഇതിലേക്ക് ഉള്ളിലേക്ക് കറങ്ങി കണ്ട സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ടോളും. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാണാം കടപടാന്നുള്ള സൗണ്ട് കേൾക്കണം. നോക്കിയപ്പോൾ അവ അച്ചിങ്ങ ചെരുപ്പ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. അങ്ങനെ ഊരി പിഴിയലൊക്കെ കഴിഞ്ഞ് ഞാൻ തോരയിടാൻ തുടങ്ങി കേട്ടോ. തോരയിടലൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റായി. ഞങ്ങൾ 3 കൂടി ഒന്ന് പാടത്തേക്ക് പോയി. അപ്പവും പപ്പും അപ്പോഴേക്കൊക്കെ കളിക്കാൻ പോയായിരുന്നു. അപ്പവും പപ്പും ഉച്ച കഴിഞ്ഞ് ഒരു 4 മണി കഴിഞ്ഞാൽ അവർ കളിക്കാൻ ഇറങ്ങിക്കോളും. അവിടെ കുറച്ച് കുട്ടികളുണ്ട്, അവരൊക്കെ പോയിട്ട് പാടത്ത് പോയി ഇരുന്ന് കളിക്കുക ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു 5:45 ഞങ്ങൾ വെറുതെ ഒന്നിങ്ങനെ ഇറങ്ങിയതാണ്. ഒന്ന് കാറ്റ് കൊള്ളാമെന്ന് വിചാരിച്ച് യേശു ബേബിക്ക് ഒരു രസത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പുറത്തേക്ക് പോയതാണ് കേട്ടോ. ഇത് കുട്ടിയച്ഛൻ്റെ വീടാണ്. കുട്ടിയച്ഛൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് എത്തിയപ്പോൾ അവൻ അങ്ങോട്ട് പോകണം പറയുക. പക്ഷെ അവിടെ മേമയൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞങ്ങൾ വീണ്ടും ഇങ്ങനെ നടന്നു പോന്നു. അത് കഴിഞ്ഞ് വല്യച്ഛൻ്റെ വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ അവൻ അങ്ങോട്ടും കയറണം. ഒന്ന് അവിടെ ഒന്ന് കയറിയിട്ട് പോന്നു. ഇതാണ് ഞങ്ങളുടെ പാടം കേട്ടോ. കണ്ടോ നല്ല ഭംഗിയില്ലേ ഈ മല, ഈ പാടമൊക്കെ. കൊയ്യാരായി ഇറക്കണു കേട്ടോ, കണ്ടങ്ങളൊക്കെ കൊയ്യാരായി ഇറക്കണു. അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങളങ്ങനെ വന്നു. ഇത് ആടോള് ഉണ്ണിക്കുട്ടൻ്റെയും നന്ദുവിൻ്റെയും ആടോളാണ് കേട്ടോ. അപ്പോൾ അവർ കയറുമ്പോഴാണ് ഇതിനെയും കൊണ്ടേ മുളയ്ക്കുള്ളൂ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇഷു ബേബി ആടിനെ കണ്ടപ്പോൾ അതിനെ തൊടണം, അതിൻ്റെ പിന്നാലെ അതിനെയും തോണ്ടി കൊണ്ട് നടക്കാറുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. വീട്ടിൽ പോന്നപ്പോൾ ഇത് പ്രജിയേട്ടൻ കേക്ക് കൊണ്ടുവന്ന് തന്നതാണ്. വല്യച്ഛൻ്റെ മരുമകനാണ്. അപ്പോൾ പ്രജിയേട്ടൻ കൊണ്ടുവന്ന കേക്ക് ഞങ്ങൾ കഴിച്ച് നോക്കിയത്. ഏട്ടൻ എലൈറ്റിൻ്റെ കമ്പനിയിലാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എലൈറ്റിൻ്റെ കേക്കൊക്കെ സൂപ്പറാണ്. ഞങ്ങളങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകി വെക്കുക കേട്ടോ. ഇനി രാത്രി എല്ലാ പാത്രവും കഴുകി വെക്കൽ കഴിഞ്ഞിട്ടാണ് ഞാൻ കിടക്കാറുള്ളൂ. അല്ലച്ചാൽ നമുക്ക് രാവിലെ നീച്ച ഇതൊക്കെ പാടെ ഇങ്ങനെ മുഷിഞ്ഞ് കിടക്കുന്ന കണ്ട് ആകെപ്പാടെ എന്തൊക്കെയോ പോലെ തോന്നുള്ളൂ. അന്ന്
ഫുള്ളൊരു നെഗറ്റീവ് എനർജി ആയിരിക്കും. അപ്പം ഞാൻ എല്ലാം കഴുകി വെച്ച് അടിക്കലും തുടക്കലും എല്ലാം കഴിഞ്ഞിട്ടാണ് രാത്രി കിടക്കുള്ളൂ. അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ രാവിലെ നീക്കുമ്പോഴേ ഒരു പോസിറ്റീവ് എനർജി, ആ അടുക്കളയൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, വേറെ ഒന്നിനും കിട്ടില്ല. അത്രയും ഒരു സന്തോഷമാണ് രാവിലെ നീച്ച് എല്ലാം ക്ലീനായിട്ട് കിടക്കുമ്പോൾ. അന്നത്തെ ദിവസം തന്നെ സൂപ്പറായിരിക്കും. അങ്ങനെ ഞാൻ എല്ലാം കഴുകി വയ്ക്കുക. ബിരിയാണി വെച്ച ചെമ്പും എല്ലാം ഉണ്ടായിരുന്നു, ദമ്മിട്ടതും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ കഴുകി ഒക്കെ അടുക്കി പെറുക്കി വെച്ചു. ഒരുവിധം എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും, പക്ഷെ ഞാനൊന്നും കൂടി എടുത്ത് പറഞ്ഞു എന്ന് മാത്രം. ഞങ്ങളുടെ അടുക്കള കണ്ടോ, കംപ്ലീറ്റ് കരിയാണ് കേട്ടോ. ഈ പുക ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തിട്ടേ നിറയെ കരി പിടിച്ചിട്ടാണ് അടുക്കള കിടക്കുന്നത്. അത് കഴുകിയിട്ടും വൃത്തിയാക്കിയിട്ടും തുടച്ചിട്ടൊന്നും കാര്യമില്ല, വീണ്ടും അത് അങ്ങനെ തന്നെ ആയിരിക്കും. മറ്റത് ഒരുവിധ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എല്ലാം ഞാൻ തന്നെ ചെയ്യണം. ഇങ്ങനെ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു പണിയെടുത്ത ചരിത്രം എൻ്റെ ജീവിതത്തിലേ ഉണ്ടായിരുന്നില്ല. എല്ലാം അമ്മ തന്നെ ചെയ്യും കേട്ടോ. അടിക്കലും തുടയ്ക്കലും എല്ലാ കാര്യങ്ങളും. ഞങ്ങൾ വീട്ടിൽ എന്നെങ്കിലല്ലേ വരുള്ളൂ. അപ്പോൾ അമ്മ ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കൊന്നുമില്ല. അവിടെ കിടന്നുറങ്ങിക്കോട്ടെ, നേരത്തെ ഉറങ്ങിക്കോട്ടെ, വൈകി നീച്ചാൽ മതി, അങ്ങനെ ഒരു ഇതായിരുന്നു അമ്മയ്ക്ക്. അമ്മ തന്നെ എല്ലാം ഞങ്ങൾക്ക് ചെയ്തു തരണം, അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പം അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ടേ എല്ലാം ഞങ്ങൾ തന്നെ ചെയ്യണം. അത് അമ്മയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ, ഞങ്ങളെയും കൊണ്ട് ഇങ്ങനെ എല്ലാം ചെയ്യിപ്പിക്കണത്. എപ്പോഴും പറയും, ഞാൻ കാരണം എൻ്റെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായി, ഞാൻ കാരണം എൻ്റെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായി എന്ന്. പക്ഷേ നമ്മൾ തന്നെയല്ലേ നമ്മുടെ അമ്മയ്ക്ക് ഇതെല്ലാം ചെയ്തു കൊടുക്കേണ്ടത്, വേറെ ആരാ ചെയ്തു കൊടുക്കുക? അപ്പോൾ അതിനൊന്നും ഒരു സങ്കടവും വേണ്ടാന്ന് ഞങ്ങൾ പറയും. എന്നാലും അമ്മയ്ക്ക് ഭയങ്കര ഇത് ഞങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുമ്പോഴേ അമ്മയ്ക്കാണെന്ന് ഒന്നിനും മേയ്ക്കണമില്ല. അപ്പോൾ ഭയങ്കര സങ്കടമാണ്. എന്തായാലും സാരമില്ല, എല്ലാം മാറിക്കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇങ്ങനെയൊക്കെ ആയില്ലേ. അത് കഴിഞ്ഞ് ഞാൻ മേലെഴുകലൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് കെട്ടി ശരിയാക്കുകയാണ് കേട്ടോ. ആകെ കെട്ടൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ഇതൊന്നും ഒതുക്കാനുള്ള സമയം കൂടിയും കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ മുടിയൊക്കെ കെട്ടി നേരെ രാത്രി കിടക്കുന്ന നേരത്തെ എല്ലാം ഒന്ന് കെട്ടിറക്കി നേരെ മുകളിലേക്ക് കെട്ടി കിടന്ന ഒരു സമാധാനം. എന്നാൽ അധികം പിറ്റേ ദിവസം നീക്കുമ്പോൾ അധികം കെട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ എല്ലാം ഒരുങ്ങി ഞാൻ കിടക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. ഇപ്പോൾ രാത്രി ഏകദേശം 10 മണി കഴിഞ്ഞിറക്കും.